സംസ്ഥാനത്ത് സ്കൂൾ അധ്യാപകരുടെ സ്ഥലമാറ്റം തടഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ്. ഈ അധ്യയന വർഷത്തെ സ്ഥലമാറ്റമാണ് തടഞ്ഞത്. സെൻസസ് ചുമതലകൾ മൂലമാണ് നടപടിയെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഇപ്പോഴത്തെ അധ്യാപകർക്ക് നേരെ കൂടി പുതിയ സർക്കാരിന്റെ ഒരു ദ്രോഹ നടപടി കൂടി മുന്നോട്ട് വരികയാണ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഒരു നടപടി അല്ലേ? തീർച്ചയായും ശരണ്യ, ഏതായാലും സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കാര്യങ്ങൾ എല്ലാം തന്നെ ഏകദേശം പൂർത്തിയാക്കി വെച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ളൊരു ഇടപെടൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം മുൻകാലങ്ങളിൽ സ്ഥലം മാറ്റങ്ങളും സ്ഥാനം കയറ്റങ്ങളും അവധിക്കാലത്ത് തന്നെ പൂർത്തിയാക്കി എല്ലാ ഒരുക്കങ്ങളോടെയുമാണ് വിദ്യാലയങ്ങൾ തുറക്കുന്നത്. ഈ പതിവാണ് ഇപ്പോൾ ഇതിലൂടെ അട്ടിമറിച്ചിരിക്കുന്നത്. അധ്യാപകരുടെ സ്ഥലമാറ്റമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിനെ അത് ഒഴിവാക്കുന്നതിന്റെ കാരണമായി പറയുന്നത് സെൻസസ് ഡ്യൂട്ടി അധ്യാപകർക്കുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത് നിലവിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തടഞ്ഞിരിക്കുന്നത്. പക്ഷെ സെൻസസ് ഡ്യൂട്ടിയുടെ പേരിൽ അധ്യാപകരെ സ്ഥലം മാറ്റം അത് തടയരുത് എന്നുള്ളൊരാവശ്യവുമായി KSTA രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം സർക്കാർ ഈ സ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ നടപടിക്കെതിരെ ഉത്തരവ് പിൻവലിക്കണം എന്നുള്ള ആവശ്യവുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഈ ഒരു ഉത്തരവ് റദ്ദാക്കിയതോടുകൂടി ജില്ലാ തലത്തിലുള്ള അധ്യാപകരുടെ സ്ഥലമാറ്റങ്ങളടക്കം മരവിപ്പിച്ചൊരു സാഹചര്യമാണുള്ളത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. പക്ഷെ അധ്യാപക സംഘടന, പ്രത്യേകിച്ചും KSTA ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. ഈ തീരുമാനത്തിനെതിരെ KSTA പറയുന്നത് അധ്യാപകരുടെ സ്ഥലമാറ്റങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പൂർത്തിയാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിക്കണം. അതോടൊപ്പം തന്നെ ഈ സെൻസസ് ഡ്യൂട്ടി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകർക്ക് യാതൊരുവിധ മടിയുമില്ല. അപ്പോൾ സെൻസസ് ജോലിയെല്ലാം അവർ കൃത്യമായി തന്നെ പൂർത്തിയാക്കിക്കോളും. അതിന്റെ പേരിൽ ഈ സ്ഥലമാറ്റ നടപടികൾ തടയരുത് എന്നുള്ള ആവശ്യമാണ് KSTA മുന്നോട്ട് വയ്ക്കുന്നത്. ഷീജ, അതുപോലെ തന്നെ ഈ പ്രധാന അധ്യാപകർ, സെൻസസ് ഡ്യൂട്ടി ഇല്ലാത്ത പ്രധാന അധ്യാപകരുടെ അടക്കം സ്ഥലം മാറ്റം കൂടി ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും ഈ അധ്യാപകരുടെ സ്ഥലമാറ്റം അത് സാധാരണ രീതിയിൽ ഓൺലൈൻ മുഖേന അതിന്റെ നടപടിക്രമം അനുസരിച്ച് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി പൂർത്തിയാക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത്. അതിനു മുൻപ് ചെയ്യാനുള്ള മൂല്യനിർണ്ണയം അടക്കം ഡ്യൂട്ടിയുള്ള അധ്യാപകരുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ സ്ഥലം മാറ്റം എല്ലാ തവണയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപായി പൂർത്തീകരിക്കുന്നത്. പക്ഷേ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ ഉത്തരവ് സ്ഥലംമാറ്റ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതേ തുടർന്ന് അധ്യാപകർ ആകെ ആശങ്കയിലാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെയാണ് ഈ അധ്യാപകരുടെ ആകെ സ്ഥലംമാറ്റ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടി ഇപ്പോൾ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.